ഞാനിപ്പോൾ യു എയിലേക്ക് വന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാവരും കണ്ടു കാണില്ല, എന്നാലൊരു ഞാനൊരു 20 പേരാണ് എക്സ്പെക്ട് ചെയ്തതെങ്കിൽ അതൊരു ചില വീഡിയോസ് ഒരു 70 പേരും കുറച്ച് ഒരു 50 പേരും ഒരു 30 പേരും അങ്ങനെയൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ട്. വാട്ട് എവർ, ഞാൻ എക്സ്പെക്ട് ചെയ്തത് 20 അല്ലെങ്കിൽ ഒരു 10-20 എക്സ്പെക്ട് ചെയ്തത്. പിന്നെ യു എയിൽ വന്ന കാര്യം നിങ്ങൾ അറിഞ്ഞല്ലോ. അപ്പോൾ വന്ന് കഴിഞ്ഞിട്ട് ഞാനും എൻ്റെ ഫാമിലിയും, ഞാൻ, എൻ്റെ അച്ഛൻ, അമ്മ, അനിയൻ, ഞങ്ങൾ നേരിട്ടൊരു വലിയൊരു പ്രശ്നം എന്നായിരുന്നു ആദ്യം തോന്നിയത്. ഇപ്പം അതെനിക്ക് വലിയ പ്രശ്നമല്ല, ഒരു വലിയൊരു പ്രശ്നം. അത് എല്ലാവരും കൂടെ ഒരു ഫാമിലിനെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പ്രശ്നം ഉണ്ടായി. അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ യു എയിലേക്ക് വന്നത് അല്ലെങ്കിൽ വരുന്നത് നേരത്തെ ഇൻഫോം ചെയ്തില്ല. അതായത് ഞാൻ പ്ലാൻ ചെയ്ത സമയം തൊട്ടിട്ട് എല്ലാവരുടെ പറയണമായിരുന്നു എന്ന്. അതായത് ഞാനിങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ, ഞാൻ ജോലി നോക്കുന്നുണ്ട്, ലൈക്ക് എനിക്ക് ഈ ജോലി കിട്ടും എന്നുള്ളതിനെ പറ്റിയിട്ട് എനിക്ക് ഒരു ഉറപ്പുമില്ല. ഞാനൊരു ഹിയർ ആൻഡ് ദെയർ പോലെ ഇങ്ങനെ ചുമ്മാ ഒന്ന് നോക്കി. ഞാൻ എന്താ പറയുക, ഞാൻ എൻ്റെ വീട്ടുകാരത്ത്, എൻ്റെ അച്ഛൻ്റെ അടുത്തും അമ്മേൻ്റെ അടുത്തും എൻ്റെ അനിയൻ്റെ അടുത്തും പോലും ഇങ്ങനത്തെ അതായത് എനിക്കിങ്ങനെ ഇങ്ങനൊരു ഓഫർ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത് എനിക്കത് വന്നതിന് ശേഷമാണ്. അതുവരെ ഞാൻ ആരുടെ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം റെസ്യൂമൊക്കെ അപ്ഡേറ്റ് ചെയ്ത്, ഞാൻ പറഞ്ഞ നമ്പറൊക്കെ അപ്ഡേറ്റ് ചെയ്ത് ഞാൻ നോക്കിക്കൊണ്ടിരുന്നതാണ്. അപ്പം ഞാനത് നേരത്തെ ഇൻഫോം ചെയ്തില്ല. അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും ഈ നമ്മൾ വേണ്ടപ്പെട്ടവരെന്ന് വിചാരിച്ച കുറച്ച് ആളുകളടുത്ത് നേരത്തെ അറിയിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ യു എയിലേക്ക് വന്ന് എനിക്ക് ജോലി കിട്ടിയെന്നറിഞ്ഞപ്പോൾ എല്ലാവരും കൂടെ ഇവരെ ഭയങ്കര ഒരു അറ്റാക്കിംഗ് ആയിരുന്നു. പിന്നെ ബുള്ളിങ് എന്നാണ്, എന്താണ് അതിൻ്റെ കറക്റ്റ് ഒരു ടേം യൂസ് ചെയ്യാന്ന് എനിക്കറിയില്ല. പക്ഷെ കുറേ ആളുകൾ കൂടിയിട്ട് അമ്മേനെയും അച്ഛനെയും എൻ്റെ അനിയനെ ഇങ്ങനെ ഒരു എന്താ പറയാ, ഒറ്റപ്പെടുത്തുക, തല്ലുണ്ടാക്കുക. എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആ കാര്യം മുമ്പേ പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ ഈ കാര്യം പറയുന്നത്, ആ ഒരു രീതി ഉണ്ടാവുമല്ലോ. അങ്ങനെ കുറച്ച് ആളുകൾ. അപ്പൊ ഞാനിങ്ങനെ ഇവിടെ വന്ന് എനിക്ക് ജോലി കിട്ടിയിട്ടുള്ള കുറച്ച് മാസങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്നാമത് യു എയിൽ ഇപ്പൊ വന്ന് ജോലി, നമ്മളൊരു പി ജിയിൽ നിൽക്കുന്നു, അതിന്റെ കുറച്ച് കാര്യങ്ങൾ, നമ്മുടെ ടൈമിങ് എല്ലാം സെറ്റായി. ഇവിടുത്തെ വർക്ക് അറ്റ്മോസ്ഫിയർ തന്നെ ഭയങ്കര ഡിഫറെന്റ് ആണ്. ഞാൻ സെയിം വർക്കാണ് ചെയ്യുന്നതെങ്കിൽ പോലും സ്റ്റാർട്ടിങ്ങിൽ ഞാനിങ്ങനെ ഭയങ്കര സ്റ്റക്കായിരുന്നു. അയ്യോ എന്താണ് ചെയ്യേണ്ടത്, ഈ നാട്ടിൽ വർക്ക് ചെയ്ത ഒരു രീതിക്കല്ല ഇവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര അതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ കൂടെ ഈ നാട്ടിൽ നിന്ന് അമ്മ വിളിച്ചിട്ട് അമ്മക്കത് ഭയങ്കര സ്ട്രെസ്, ഭയങ്കര ടെൻഷൻ, ഇങ്ങനെ എപ്പോഴും സങ്കടം പറയാ. അങ്ങനെ ആയപ്പോൾ എനിക്ക് ഇവിടെ അത് ഭയങ്കരമായിട്ടൊരു ട്രോമ പോലെ, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് തൊടുന്നതിന് പിടിക്കുന്നതിനൊക്കെ കരച്ചിൽ വരിക, ആ ഒരു ലെവലിലായിരുന്നു എന്റെ കുറച്ച് മാസങ്ങൾ ഉണ്ടായത്. അത് ചിലപ്പോൾ എന്റെ ചുറ്റും ഉണ്ടായാലും എൻ്റെ പി ജിയിലുണ്ട്, അതല്ലെങ്കിൽ ഷീൻ, അങ്ങനെ കുറച്ച് ആളുകൾക്കല്ലാതെ വേറെ ആർക്കും ആ സമയത്ത് ഞാൻ ഗോ ത്രൂ ചെയ്തത്, അല്ലെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും ഗോ ത്രൂ ചെയ്തത് എന്താണെന്ന് ആർക്കും അറിയില്ല. ആൻഡ് അതിലും വലുതായിട്ട് എനിക്ക് സങ്കടം വന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാനൊരു ഫസ്റ്റ് ഇവിടെ വന്ന് ഫസ്റ്റ് ഞാൻ നാട്ടിലേക്ക് പോകുന്നത് ഒരു 7-8 months ആയപ്പോഴാണ്. ആ സമയത്ത് ഞാൻ പോകുമ്പോൾ ഞാൻ കണ്ട എൻ്റെ അമ്മേൻ്റെ കോല എനിക്ക് ഇപ്പോഴും എൻ്റെ മനസ്സിൽ, ഞാൻ അമ്മ ഇങ്ങനെ ക്ഷീണിച്ചു പോയോ, അതിന് മാത്രം എന്താണ് ഇത്ര പ്രശ്നം, അങ്ങനെയായിരുന്നു ഞാൻ എൻ്റെ അമ്മേനെ ഫസ്റ്റ് കാണാൻ. ഞാൻ വരുമ്പോൾ ഉണ്ടായ ഒരു രീതിയിൽ, ഒരു രൂപത്തിലേ അല്ലായിരുന്നു ഉണ്ടായത്. ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് ടെൻഷൻ അടിച്ച് അങ്ങനെയായിരുന്നു ഉണ്ടായത്. ഇപ്പം അങ്ങനെയല്ല കേട്ടോ. പക്ഷെ ആ ഒരു ഫസ്റ്റത്തെ കുറച്ച് മാസങ്ങൾ എനിക്കാണെങ്കിലും വീട്ടുകാർക്കാണെങ്കിലും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. മൊത്തത്തിൽ ഒറ്റപ്പെടുത്തുക. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായത്, ഞാൻ വന്നത് പറയാത്തതല്ല ശരിക്കുള്ള പ്രശ്നം. ഓക്കെ, അതുണ്ടാവുമായിരിക്കും ഒരു സൈഡില്. മെയിൻ പ്രശ്നം, ജോലി കിട്ടി നമ്മുടെ ലൈഫ് ഒന്ന് അപ്ഡേറ്റ് ആവുക, നമുക്ക് ഒരു ഗ്രോത്ത് വരും. ഇപ്പോൾ ഞാൻ വളരുന്നതിനനുസരിച്ച് എൻ്റെ ഫാമിലി വളരും. അപ്പോൾ നമ്മുടെ ലൈഫിൽ ഇത്രയും കാലം ഉണ്ടായ ആ ഒരു ലെവലിൽ നിന്ന് നമ്മളൊരു സ്റ്റെപ്പ് മേലേക്ക് വരും. ആ വന്നതാണ് അവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതിരുന്നത്. അവരുടെ ഒരു മൈൻഡിൽ നമ്മളിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത്, നമ്മളിപ്പോൾ ഒരു കുഴി കിടക്കുവാണെങ്കിൽ ആ കുഴിയിൽ തന്നെ ലൈഫ് ലോങ് കിടന്നു പോകണം എന്നാണ് ചുറ്റുമുള്ളവർ ആഗ്രഹിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു പോയിന്റ് ഞാൻ ഇവിടെ വന്നതിന് ശേഷമുള്ള കുറച്ച് മാസങ്ങളാണ്. അല്ലാതെ ഞാൻ അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ വേറെ പ്രശ്നങ്ങളൊന്നും ആരും തമ്മിൽ ഉണ്ടായിട്ടില്ല. യു എയിൽ വന്നു, അത് നേരത്തെ പറഞ്ഞില്ല. അപ്പൊ നിങ്ങൾ ചിന്തിക്കും, അവര് നേരത്തെ എല്ലാം പറഞ്ഞിട്ട് നിങ്ങൾ എന്താ പറയാതിരുന്നത്? അങ്ങനെയല്ല. ഈ പറഞ്ഞ വ്യക്തികൾ അവരുടെ ലൈഫിലെ കാര്യങ്ങളൊക്കെ നടന്നു കഴിയും, അല്ലെങ്കിൽ നാളെ നടക്കാൻ പോവാണെങ്കിൽ മാത്രം പറയുന്നവരല്ല. നടക്കുന്നതിന് മുമ്പേ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ, ഞങ്ങളിങ്ങനെ ചെയ്യാൻ പോവാണ്, അങ്ങനെ പറയുന്ന ആൾക്കാരേ അല്ല. അപ്പൊ നമ്മൾ അങ്ങനെ നേരത്തെ പറയണം എന്ന് എന്തുകൊണ്ട് അവർ ചിന്തിക്കുന്നു എന്ന് ഞാൻ ചിന്തിച്ചായിരുന്നു കുറച്ച് മാസങ്ങൾ. എൻ്റെ ആദ്യത്തെ കുറച്ച് മാസങ്ങൾ ഇതെനിക്ക് ഈ പറയുന്ന ആളുകളെ വിളിച്ച് കൺവിൻസ് ചെയ്യുക, പറഞ്ഞ് മനസ്സിലാക്കുക. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര അതൊരു എക്സോസ്റ്റിംഗ് ഫീല്, അല്ലെങ്കിൽ എനിക്ക് ഒരു ഭയങ്കര സഫോക്കേറ്റഡ് ആയിട്ട് തോന്നി. ഞാൻ എന്തിനും ഇതൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് നിൽക്കണം? മോശമായിട്ടൊന്നും ചെയ്തിട്ടില്ല, അവരുടെ കാശ് അടിച്ച് മാറ്റിയിട്ട് ഓടിക്കളഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അവരുടെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ആകെ ഒരു ജോലി കിട്ടി, യു എയിലേക്ക് വന്നു, ലൈഫ് ഒന്ന് ഉണ്ടായ ഒരു ലെവലിൽ നിന്ന് ഞാനൊന്ന് മെച്ചപ്പെടുത്തി. അത് എൻ്റെ ഫാമിലിനെയും കൂടെ സെക്യൂർ ആക്കി, അല്ലെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ നല്ല ചുറ്റുപാട് കൊടുത്തു എന്നുള്ള, അല്ലെങ്കിൽ വേറെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ ഞാൻ ചിന്തിച്ചപ്പം ഈ ഒരു റീസണേ ഉള്ളൂ, നമ്മുടെ വളർച്ച അവരൊക്കെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പൊ നമ്മുടേത് അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ടവര് നമ്മുടെ വളർച്ചയിലും നമ്മുടെ താഴ്ചയിലും നമ്മുടെ കൂടെ നിൽക്കുന്ന വിചാരിക്കുന്നവരൊന്നും
അങ്ങനെയുള്ളവരല്ല എന്ന് എനിക്ക് മനസ്സിലാക്കി തന്ന ഒരു ടൈമായിരുന്നു ഞാൻ ഇവിടെ വന്നത്. അതുകൊണ്ട് എനിക്ക് നല്ലത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എനിക്കിങ്ങനെ ടച്ച് വുഡ് അല്ലെങ്കിൽ ഫിംഗർ ക്രോസ്, എനിക്ക് അങ്ങനത്തെ മോശം ഒരു കാര്യം ഉണ്ടായിട്ടില്ല. ലൈഫിൽ നല്ലത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് വിചാരിച്ച് അവർ നശിച്ചു പോട്ടെ എന്നൊന്നും പ്രാർത്ഥിക്കുമോ അല്ലെങ്കിൽ അയ്യോ എൻ്റെ അച്ഛൻ അമ്മനെ വേദനിപ്പിച്ചാൽ പിന്നെ അവർ നശിച്ചു പോട്ടെ, അങ്ങനെ ഞാൻ ഇതുവരെ വിചാരിച്ചിട്ടില്ല. കർമ്മ എന്ന് പറയുന്ന സാധനം ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിൽ എത്തുമ്പം ഇതൊക്കെ തിരിച്ചു കിട്ടും എന്ന് മാത്രമേ വിചാരിക്കാറുള്ളൂ. ഇപ്പൊ അന്ന് അവരങ്ങനെ കാണിച്ചതുകൊണ്ട് എല്ലാവരുടെയും ഒരു റിയൽ കളർ, നമ്മളിപ്പോ ഒരു വീഡിയോ കാണുന്നില്ലേ, വെയിറ്റ് ചെയ്യൂ മറ്റേ കളർ മാറും എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ. ഞാൻ BSc കെമിസ്ട്രിയാണ് എടുത്തിട്ടുണ്ടായത്. അപ്പോൾ അന്ന് ഈ കോണിക്കൽ ഫ്ലാസ്കിലിട്ട് കലക്കിക്കൊണ്ടിരുന്ന സാധനം ഓക്കെ വെയിറ്റ് ചെയ്തു, കളർ മാറി എന്ന് എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ വേണ്ടി പറ്റിയത് 2024 അതിൽ ഞാൻ ദൈവത്തിനോട് നന്ദി പറയുന്നു. അപ്പൊ അത്രയേ ഉള്ളൂ. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ നമ്മൾ തിങ്ക് ചെയ്യുന്ന പോലെ എല്ലാ ആൾക്കാരുടെ മൈൻഡ് ഉള്ളത്. നമുക്ക് എപ്പോഴും നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ, നമ്മുടെ അച്ഛനും അമ്മയും നമ്മുടെ കൂടപ്പിറപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് ഞാൻ മനസ്സിലാക്കിയൊരു സമയം അതായിരുന്നു. അപ്പൊ എന്താ, വേറെ ഒന്നും പറയാനില്ല. ഈ ഒരു കാര്യം എനിക്ക് പറയണം തോന്നി, എനിക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ എക്സ്പ്രസീവ് ആയിട്ട് പറയാൻ പറ്റും തോന്നിയോണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത്രയേ ഉള്ളൂ. വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.